നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കേര കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തെങ്ങ് വളർന്ന് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഈ ചെമ്പൻ ചെല്ലിയുടെ ആക്രമണം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് തെങ്ങിനെ തന്നെ മൂടോടെ ഇല്ലാതാക്കുന്നുണ്ട്. അത് കർഷകർക്ക് വളരെയേറെ വിഷമമാണ്. അപ്പോൾ ഇനി തെങ്ങിലിനെ ആക്രമിക്കുന്ന ചെമ്പൻ ചെല്ലിയെ തുരത്താൻ കെണിയൊരുക്കാം. അതെങ്ങനെയാണെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുകയാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. തെങ്ങിനെ ആക്രമിക്കുന്ന ഒരു ഡസണിലേറെ കീടങ്ങളുള്ളതിൽ ഏറ്റവും മാരകമായതാണ് ചെമ്പൻ ചെല്ലി അഥവാ ചുവന്ന ചെള്ളെന്നും പറയപ്പെടുന്നു. ജനുവരി ഫെബ്രുവരി കാലയളവിലാണ് ഇതിൻ്റെ ആക്രമണം രൂക്ഷമാകുന്നത്. കുർക്കുലിയോണിയുടെ കുടുംബത്തിൽപ്പെട്ട ഇതിൻ്റെ ശാസ്ത്രനാമം റിംഗോഫോറോസ് ഫെറുജിനിയസ് എന്നാണ്. മുട്ടയിട്ട് വിരിഞ്ഞിറങ്ങുന്ന പുഴുക്കൾ 2 മാസം കൊണ്ട് പൂർണ്ണ വളർച്ച പ്രാപിക്കും. ശരീരത്തിന് മഞ്ഞ കലർന്ന വെളുപ്പ് നിറവും തലയ്ക്ക് തവിട്ടു നിറവുമാണ്. രൂക്ഷമായ ആക്രമണത്തിന് വിധേയമായ തടിക്കുള്ളിൽ 50ലേറെ പുഴുക്കളുണ്ടാകും. തെങ്ങുകൾ രക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയിലെത്തുമ്പോൾ മാത്രമാണ് അപകടം ശ്രദ്ധയിൽപ്പെടുന്നത്. പെൺവണ്ടുകൾ ഇളം പ്രായത്തിലുള്ള തെങ്ങിൻ്റെ മൃദുല ഭാഗങ്ങൾ തുളച്ച് ചെറുദ്വാരങ്ങളുണ്ടാക്കി അതിൽ മുട്ടയിടും. മണ്ടയോടടുത്തുള്ള ഭാഗങ്ങളിൽ വണ്ട് സ്വയം ഉണ്ടാക്കുന്ന ദ്വാരങ്ങളിലല്ലാതെ മറ്റ് പല കാരണങ്ങളാൽ തടിയിലുണ്ടാകുന്ന മുറിവുകൾ, തൈത്തെങ്ങിൻ്റെ ചുവട്ടിലുണ്ടാകുന്ന വിള്ളലുകൾ എന്നിവയിലും മറ്റൊരു കീടമായ കൊമ്പൻ ചെല്ലി ഉണ്ടാക്കുന്ന ദ്വാരങ്ങളിലും വണ്ടുകൾ മുട്ടയിടാറുണ്ട്. മുട്ട വിരിഞ്ഞിറങ്ങുന്ന പുഴുക്കൾ മൃദുകോശങ്ങൾ ചവച്ചു തുപ്പി തടിക്കുള്ളിൽ പ്രവേശിക്കുകയും ഉൾഭാഗം പൂർണ്ണമായി നശിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ പ്രായമായ തെങ്ങുകളിൽ ഇവയുടെ ആക്രമണം മണ്ടയുടെ ഇളം ഭാഗങ്ങളിൽ ഒതുങ്ങി നിൽക്കും. എന്നാൽ തടി വിരിഞ്ഞു വരുന്ന തെങ്ങോലകളിലാകട്ടെ ചുവട് തുളച്ച് ഉൾഭാഗത്ത് കയറി കൂടുകയാണ് ചെയ്യുന്നത്. ഇനി എങ്ങനെ നിയന്ത്രിക്കാൻ നോക്കാം നമുക്ക്. തടിയിൽ ദ്വാരങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ആദ്യം തെങ്ങിൽ കയറാൻ സൗകര്യത്തിനായി കൊത വെട്ടുന്നത് ഒഴിവാക്കണം. ചിലർ തെങ്ങിൽ കയറാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് കൊത വെട്ടുന്നുണ്ട്. അത് ഒഴിവാക്കുന്നത് നല്ലതാണ്. ഓല വെട്ടുമ്പോൾ 4 അടി നീളത്തിൽ മടൽ നിർത്തി വേണം വെട്ടാൻ. മടലിൻ്റെ മുറിപ്പാടിൽ വണ്ട് മുട്ടയിട്ട് തടിക്കുള്ളിൽ പ്രവേശിക്കുന്നത് തടയാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. തടിയിലുണ്ടാകുന്ന മുറിവുകളിൽ വേപ്പെണ്ണ പുരട്ടുന്നതും ഇവ മുറിവുകളിൽ മുട്ടയിടുന്നത് ഒഴിവാക്കാൻ സഹായിക്കുന്നു. ബുവേറിയ ബാസിയാന എന്ന മിത്രക്കുമിൾ പൊടി രൂപത്തിലോ ലായനി രൂപത്തിലോ തെങ്ങോലകളിലും തടിയിലും തളിക്കുന്നത് വഴി ചെല്ലികളെ നശിപ്പിക്കാം. രാസകീടനാശിനികൾ പരമാവധി കുറച്ച് ജൈവപരമായ രീതിയിൽ ഇവയെ നശിപ്പിക്കാൻ കെണികൾ സഹായകമാകും. സ്റ്റെം ഇഞ്ചക്ഷൻ. ചെമ്പൻ ചെല്ലിയുടെ ആക്രമണം കഠിനമായ തെങ്ങുകളെ രക്ഷിക്കാൻ തടിയിൽ മരുന്ന് കുത്തിവെക്കൽ അഥവാ സ്റ്റെം ഇഞ്ചക്ഷനാണ് ഫലപ്രദമായ മാർഗം. തെങ്ങ് പൂർണ്ണമായും നശിക്കും മുൻപേ ഇത് ചെയ്യണം. ഇതിനായി ഇമിഡാക്ലോപ്രിഡ് പോലുള്ള കീടനാശിനികളാണ് ഉപയോഗിക്കുന്നത്. ഒരു ഡ്രില്ലിംഗ് മെഷീൻ, പ്ലാസ്റ്റിക് ഫണൽ അല്ലെങ്കിൽ ഒരു ചെറിയ ട്യൂബ് എന്നിവ ആവശ്യമാണ്. തെങ്ങിൻ്റെ ചുവട്ടിൽ നിന്ന് ഏകദേശം 1-1.5 മീറ്റർ വരെ ഉയരത്തിൽ ചെല്ലി ബാധിച്ച ഭാഗത്തിന് നേരെ വിപരീത വശത്തായി 10 സെൻറ്റിമീറ്റർ ആഴത്തിൽ സുഷിരമുണ്ടാക്കണം. സുഷിരം ഏകദേശം 45 ഡിഗ്രി ചെരിവിൽ താഴേക്ക് വേണം നിർമ്മിക്കാൻ. മരുന്ന് പുറത്തേക്ക് ഒഴുകി പോകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. 1 മില്ലി ഇമിനോക്ലോപ്രിഡ് ഏകദേശം 10 മുതൽ 20 മില്ലി വെള്ളത്തിൽ എന്ന തോതിൽ കലർത്തണം. ഈ ലായനി ഒരു ഫണൽ വഴിയോ സിറിഞ്ച് വഴിയോ തുളച്ച സുഷിരത്തിലേക്ക് സാവധാനം ഒഴിക്കുക. മരുന്ന് തടിയിലേക്ക് പൂർണ്ണമായും ആഗിരണം ചെയ്ത ശേഷം ആ ദ്വാരം മണ്ണോ മെഴുകോ സിമൻറ്റോ ഉപയോഗിച്ച് നന്നായി അടയ്ക്കണം. മരുന്ന് കുത്തിവെച്ച തെങ്ങിൽ നിന്ന് അടുത്ത 1.5 മാസം വരെയും തേങ്ങയോ ഇളനീരോ പറിക്കാനോ ഉപയോഗിക്കാനോ പാടില്ല. മരുന്നിൻ്റെ അംശം തേങ്ങയിൽ ഉണ്ടാകാൻ സാധ്യത ഉള്ളതിനാലാണിത്. മരുന്ന് കൈകാര്യം ചെയ്യുമ്പോൾ കൈയുറകളും മാസ്കും ധരിക്കണം. മരുന്ന് കുത്തിവെക്കുന്നതിന് മുമ്പ് തെങ്ങിൻ്റെ ചുവട്ടിൽ തടമെടുത്ത് നനയ്ക്കുന്നത് മരുന്ന് വേഗത്തിൽ മുകളിലേക്കെത്താൻ സഹായിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മുടെ ഈ ചെമ്പൻ ചെല്ലിയെ ദൂരെ അകറ്റാവുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണം. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.